സ്വാഭാവികമായും ഞാൻ രാജിവെക്കുമ്പോൾ എനിക്ക് തന്നെ മത്സരിക്കായിരുന്നു, എനിക്ക് തന്നെ പറയാമായിരുന്നു ഞാൻ പിണറായി സത്തിനെതിരെ പോരാടി നിലമ്പൂരിൽ വിജയിക്കും. ഞാനത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അൻവർ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ UDFന്റെ ലീഡർഷിപ്പിൽ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു വഴി തുറന്നു കൊടുക്കുകയാണ് UDFന്. എന്തിനു വേണ്ടിയിട്ടാ? ഈ മലയോര മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ഞാൻ മാറി നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള വിഷയമാണ് മലയോര മേഖലയിൽ. കോൺഗ്രസിനെ കൈവിട്ടു മലയോര മേഖല, എസ്പെഷ്യലി കുടിയേറ്റ കർഷകർ. എന്താ കാരണം? നിങ്ങൾക്കറിയാലോ, ഈ ബഹുമാനപ്പെട്ട UDF ചെയർമാൻ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഹരിത MLA-മാരുണ്ടായിരുന്നു. ഇവിടെ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ മലയോരം മുഴുവൻ അതിനെ എതിർത്തപ്പോൾ അതിനെ ആ ബില്ലിനെ അനുകൂലിച്ചവരാണ് ഈ പറയുന്ന ഹരിത കർഷകർ, ഹരിത MLA-മാർ. ആ അന്ന് VD സതീശൻ എടുത്ത ആ സ്റ്റാൻഡ് കേരളത്തിലെ ഈ മലയോര മേഖലയിലെ കർഷകരും കുടിയേറ്റ കർഷകരും അങ്ങനെയാണ് കോൺഗ്രസിനെതിരാവുന്നത്. കോൺഗ്രസിലെ വിശ്വാസം നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. ആ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള ഒരു സഹായകമായ നിലപാടാക്കി ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് ഗുണകരമാകും എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ പറയപ്പെട്ട DCC പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അത് നടപ്പിലായില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഈ പറയുന്ന സ്ഥാനാർത്ഥി ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അത് എന്തുകൊണ്ടാണ് ശരിയാവില്ല എന്ന് പറഞ്ഞത് വിസ്തരിക്കപ്പെടേണ്ട സമയമാണിത്. ഇപ്പോൾ വിഷയം അതല്ല. ആ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പോയാൽ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് വിശദീകരിക്കപ്പെടാം. ഞാൻ കാരണം പോയിന്റുകൾ നോട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. കാരണം വൈകാരികമായി ഞാൻ സംസാരിക്കുന്നു എന്ന് ഒരു വിഷയം സ്വാഭാവികമാണ്. ഞാൻ വായുകൊണ്ട് സംസാരിക്കാറില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്. ഇവിടെ ചില രാഷ്ട്രീയക്കാരൊക്കെ നടത്തുന്നത് പോലെ ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്കൊന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചില വാക്കുകൾ എൻ്റെ അടുത്തുനിന്ന് എന്താ പറയുക വൈകാരികമായി തെറ്റിപ്പോകുന്നു എന്ന വിഷയമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ഇത്രയും ക്രൂഷ്യലായ ഒരു സമയത്ത് ചില പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ആ ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. ആ ഉദ്ദേശത്തെ ഇവിടെ എന്താണ് പറയുക പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു. എൻ്റെ പാർട്ടിയുടെ അക്കമഡേഷനെ കുറിച്ചുണ്ടായ ചർച്ചകൾ നമുക്കറിയാം. അവസാന ഘട്ടത്തിൽ അസോസിയേറ്റഡ് പാർട്ടി എന്ന നിലക്ക് ചർച്ചകൾ നടന്നു. ഞാൻ അതിനും സമ്മതിച്ചു. ആ സമ്മതിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾ എവിടെ സീറ്റ് തരും. കാരണം അതിനു മുമ്പുണ്ടായ 2-ാം തീയതി ഈ മാസം 2-ാം തീയതി കോഴിക്കോട് നടന്ന UDF യോഗത്തിന്റെ മുമ്പ് നിരുപാധികം നിങ്ങൾ എന്ത് തീരുമാനിച്ചോ ബസിന്റെ സ്റ്റെപ്പിൽ ഞാൻ പോരാമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാ ഞാൻ വാക്ക് കൊടുത്തത്. ബാക്കി കാര്യങ്ങൾ കുഞ്ഞാലി സാഹിബ് നിങ്ങൾ ഏറ്റാ മതി എന്ന് പറഞ്ഞതാ. ആ വിശ്വാസത്തിലായിരുന്നു. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള UDF ലീഡർഷിപ്പ് ഉൾപ്പെടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല അത് നീട്ടി കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങളെ വാലിൽ കെട്ടാമെന്ന ദുരുദ്ദേശത്തിലാണ് UDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം പോലും അദ്ദേഹം പ്രഖ്യാപിക്കാതിരുന്നത്.